സഹരക്ഷക, സകല കൃപകളുടെയും മധ്യസ്ഥ എന്നീ പദങ്ങൾ ഉപയോഗിച്ച് പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് അനുചിതമാണെന്നും വത്തിക്കാൻ പറയുന്നു. കാരണം സകല കൃപകളുടെയും മാതാവ്, സഹരക്ഷക എന്നീ ശീർഷകങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമെന്ന് തോന്നാമെങ്കിലും ഇവയുടെ അർത്ഥവിശദീകരണങ്ങൾ ഏറെ അപകട സാധ്യതകൾ മുൻപോട്ട് വയ്ക്കുന്നു. സഹരക്ഷക എന്ന പദവി യേശുക്രിസ്തുവിന്റെ ഏകരക്ഷാകർത്തൃത്വത്തെ മറച്ചുവെക്കാനും വിശ്വാസപരമായ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ഏറെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന അടിസ്ഥാന സത്യത്തെ ഈ പദം ദുർബലപ്പെടുത്തിയേക്കാമെന്നും വിശ്വാസ തിരുസംഘം പറയുന്നു. മാതാവ് രക്ഷാകര പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ സഹരക്ഷക എന്ന പദം ക്രിസ്തുവിന് സമാന്തരമായ ഒരു വിശേഷണമായതുകൊണ്ട് മറിയത്തിന് നൽകിയിരിക്കുന്ന മാതൃസ്ഥാനത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഇത് കാരണമായേക്കാം. ഇതുപോലെ തന്നെ സകല കൃപകളുടെയും ദാതാവായി മറിയത്തെ കാണുന്ന വ്യാഖ്യാനം സഭ സ്വീകരിക്കുന്നില്ല. കാരണം കൃപ നൽകുന്നത് ദൈവം മാത്രം. അത് ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെടുന്നു. വിശ്വാസികളുടെ ജീവിതത്തിൽ മാതാവിന് ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് മാതാവിന്റെ മാതൃത്വത്തിന് ഊന്നൽ നൽകുന്ന ദൈവമാതാവ്, വിശ്വാസികളുടെ മാതാവ് എന്നീ സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കാൻ തിരുസംഘം പ്രോത്സാഹിപ്പിക്കുന്നു. മരിയഭക്തി സഭ എന്നും പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ തെറ്റിദ്ധാരണകൾ, ആശയക്കുഴപ്പങ്ങൾ എന്നിവ ഒഴിവാക്കപ്പെടണം. മറിയം നമ്മെ യേശുക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത്. മറിയത്തെ ബഹുമാനിക്കുമ്പോൾ ക്രിസ്തുവിനെ കൂടുതൽ മഹത്വപ്പെടുത്തുക, അതാണ് സഭയുടെ ലക്ഷ്യം. മരിയഭക്തിയിൽ മാത്രം ചുരുങ്ങി പോകേണ്ടവരല്ല വിശ്വാസികൾ.